ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 തുടങ്ങി നമ്മൾ ഓരോരുത്തരും വീടിനകത്തിരുന്ന് മിനി സ്ക്രീനിലൂടെ കാണുന്ന ഏറ്റവും വലിയ ഷോ ആണ് ബിഗ് ബോസ് സീസൺ 7. അതിലെ എന്താണ് ഇത്ര പ്രത്യേകത? അത് വരുമ്പോഴൊക്കെ കാണാറുണ്ട്, രസിച്ചിരിക്കാറുണ്ട്. അത്രയല്ലേ ഉള്ളൂ അതിലെന്ന് ചോദിക്കും. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ താരം രേണു, ഒരുപാട് പേര് രേണുവിനെ പുകഴ്ത്തിയും ഇകഴ്ത്തിയും ഒക്കെ പറയുമ്പോഴും രേണുവിൻ്റെതായ നിലപാടിൽ ഉറച്ചു നിന്നിട്ട് രേണു അങ്ങനെ ബിഗ് ബോസിൽ കയറി. ബിഗ് ബോസിൽ ഫ്ലൈറ്റ് കയറാൻ പോകുന്നതിന് മുന്നേ ചേച്ചിയുടെ വീടിന്റെ സ്റ്റെപ്പിലിരുന്ന് ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ ബിഗ് ബോസിൽ പോയിട്ടില്ല, വീട്ടിൽ തന്നെ ഉണ്ട് എന്നും പോയിട്ട് തിരിച്ചു വന്നു, എന്നെ ഇറക്കി വിട്ടു എന്നും ഒക്കെ പറഞ്ഞ് വീഡിയോ കണ്ടതായിട്ട് രേണു പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴെങ്കിലും രേണു അങ്ങനെ ഒരു വീഡിയോ കണ്ടു എന്ന് പറഞ്ഞല്ലോ. രേണു വീഡിയോ കണ്ടിട്ടാണോ അല്ലേ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഇതിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് രേണു, അതായത് അവർ വീട്ടിൽ വന്നിട്ട് വീട്ടുകാരെയും പരിചയപ്പെട്ട് അവർ പാക്ക് ചെയ്യുന്നതും അവരുടെ എന്താണ് അവർ ബിഗ് ബോസിൽ കയറിയാൽ എങ്ങനെയാണ് എന്താണ് അങ്ങനെയുള്ളതൊക്കെ ചോദിച്ച് എടുത്തു പോയതിന് ശേഷമാണ് വീഡിയോ പുറത്തേക്ക് വിട്ടത്. അപ്പോൾ എൻട്രി ഉറപ്പായതിന് ശേഷം മാത്രമാണ് രേണു അത് പുറത്തു വിട്ടത്. അതുമാത്രമല്ല, ഫാമിലിയെ പരിചയപ്പെടുത്തുന്ന കൂടെ കിച്ചു ഇരിക്കുന്നത് കണ്ടോ? ഒരു പാവത്താനായിട്ട്, ഇത് ഞാനൊന്നും അറിയില്ലേ, ഞാൻ എന്നെ ഇവിടെ പിടിച്ചിരുത്തിയതാണേ എന്നൊരു മുഖഭാവത്തിലാണ് കിച്ചു അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിന്റെ മുന്നത്തെ ദിവസങ്ങളിലൊക്കെ കിച്ചുവിന്റെ വീഡിയോയിൽ പറഞ്ഞതോ, ആ വീഡിയോയിൽ പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ വീണ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചു കള്ളനാണ്. വെച്ചാൽ മോഷ്ടാവ് എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്, അവൻ കള്ളമാണ് പറയുന്നത്. അവൻ രേണുവിനെങ്ങനെ മിനുക്കിക്കൊണ്ടിരുന്നോട്ടെ, നമുക്കിപ്പോൾ എന്താല്ലേ, അവരുടെ കാര്യമല്ലേ അതൊക്കെ. അവക്കൊരു കണ്ടന്റ് മാത്രമാണ്. രേണു മാത്രമല്ല, ബിഗ് ബോസിലുള്ള എല്ലാവരും കണ്ടന്റാണ്. ടാസ്ക് കൊടുത്തതിൽ വിജയിച്ചവരാരൊക്കെയാണെന്ന് നോക്കിയപ്പോൾ 3 പേരാണ് വിജയിച്ചിട്ടുള്ളത്. ടാസ്കുകൾ ഓരോന്നായിട്ട് കൊടുത്തുകൊണ്ടിരിക്കും, അതെല്ലാം കാണിക്കണം. ഇതൊക്കെയാണല്ലോ പരിപാടി. അപ്പോൾ ഇവിടെ 3-ാം തീയതിയാണ് തുടങ്ങിയതെങ്കിലും, ഏഷ്യാനെറ്റിലെ പ്രക്ഷേപണം 3-ാം തീയതിയാണ് കാണിക്കാൻ തുടങ്ങിയതെങ്കിലും 3-ാം തീയതി അല്ലല്ലോ ഷൂട്ട്, അതിനു മുന്നേ ഷൂട്ടാണല്ലോ. പലരും പറഞ്ഞിരുന്നു 2-ാം തീയതി മോഹൻലാൽ തിരുവനന്തപുരത്തുള്ളത് കൊണ്ട് അതെങ്ങനെ 3-ാം തീയതി തുടങ്ങും, ലാലേട്ടൻ തിരുവനന്തപുരത്തല്ലേ. അവരെല്ലാം പ്ലാൻഡ് ആയിട്ടല്ലേ ചെയ്യുന്നത്. എന്തൊരു പരിപാടിയിലും അവർ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടാവുമല്ലോ. രേണുസുതി അവിടെ നിന്ന് വിജയിച്ച് വരട്ടെ എന്ന് പറയാൻ വരട്ടെ, എത്ര ദിവസമോ നിൽക്കട്ടെ. നിന്നിട്ട് ആ ദിവസത്തെ പേയ്മെന്റും വാങ്ങി അവിടുന്ന് ടാറ്റ പറഞ്ഞ് വരുമ്പം അവൾക്കൊരു വരുമാനം എത്ര കിട്ടിയാലും തരാത്ത, ഏത് വരുമാനം ഉണ്ടായാലും എത്രയൊക്കെ പണം കയ്യിൽ വന്നാലും സ്വന്തം ആവശ്യങ്ങൾക്ക് തികയുന്നില്ല. ഷോക്കേസ് ഇല്ല, ഫോണില്ല. ഫ്ലൈറ്റ് കയറുന്നതിന്റെ മുന്നേ, അതുകൊണ്ടാണ് ആ വീഡിയോയിൽ ഒരു പഴയ ഫോണാണ് എൻ്റെ ഉള്ളത്. അത് വളരെ മോശമായിട്ടുള്ള ഫോണാണ്. എന്ത് തന്നെ ആയാലും ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം ഈ നല്ലവർക്കുള്ളതല്ല എന്നാണ് തോന്നുന്നത്. അതായത് നല്ലവര് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നവർക്ക് പോകാനുള്ള ഒരു ഇടമല്ല ബിഗ് ബോസ്. അമ്മയും മകളും പരിപാടിയിൽ ചാനലിൽ ശൈത്യ സന്തോഷ് അഡ്വക്കേറ്റ് അവരുടെ അമ്മയും കൂടി മത്സരിച്ചു. അവർക്ക് ഫസ്റ്റ് കിട്ടിയിട്ടില്ല എന്നതിൻ്റെ പേരിൽ 5-ാമത്തെ സ്ഥാനമായിട്ട് അവർക്ക് ട്രോഫി ശ്വേതാ മേനവൻ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അത് ട്രോഫി വേണ്ട എന്ന് പറയുകയും ഞങ്ങൾ 1-ാം സ്ഥാനമാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നും പറഞ്ഞിട്ട് പുറത്തിറങ്ങി പോകുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് പോകാനുള്ളതാണ്. രേണു അതേപോലെ തന്നെ നെഗറ്റീവായിട്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെയല്ല രേണുവിന്റെ യഥാർത്ഥത്തിലുള്ളത്. അപ്പോൾ ഇതുപോലെ പൊങ്ങച്ചവും പറഞ്ഞ് ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ പറഞ്ഞ് ആളുകളെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന ആളുകളെയാണ് ബിഗ് ബോസിന് വേണ്ടത്. എന്നാലും അതിൽ നല്ലവരും ഉണ്ട്. ഓരോരുത്തരുടെയും നെഗറ്റീവ് എന്താണെന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ, എനിക്കറിയില്ല. നമ്മൾ മിനി സ്ക്രീനിലൂടെ കാണുന്ന ഒത്തിരി ഏഷ്യാനെറ്റിലെ ഓരോ പരമ്പരകളിലൂടെയും രംഗത്തോട്ട് വന്നിരിക്കുന്ന പലരും ഇന്നലെ ബിഗ് ബോസിൽ കണ്ടു. കൂടുതൽ പേരും ഏഷ്യാനെറ്റിലെ ഓരോ സീരിയലുകളിലൂടെ മുന്നിലേക്ക് വന്ന ആളുകളാണ്.
അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രം ആയിരുന്നു ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് പ്ലാറ്റ്ഫോം. ബിഗ് ബോസ് പ്ലാറ്റ്ഫോം 1 മുതൽ 4 വരെ നന്നായിട്ടുണ്ടായിരുന്നു. തുടക്കം മുതൽ നമ്മൾ കാണുന്ന ഒരു പരിപാടിയാണ്. 4-ന് ശേഷം 5-മത്തത് ഞാൻ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. കാണാൻ പിന്നെ താല്പര്യമില്ലാതെയായി. 6 കണ്ടിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം. കാണാതിരുന്ന വെച്ചാൽ വല്ലപ്പോഴും ഉച്ചയ്ക്ക് പകൽ സമയത്ത് കാണിക്കുന്ന പുനഃപ്രക്ഷേപണത്തിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലാതെ കാണാറില്ല. കഴിഞ്ഞ വർഷത്തത് അങ്ങനെയാണ് കണ്ടത്, അല്ലാതെ കൂടുതലൊന്നും അതിൽ കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴേ അങ്ങനെ ഒരു സത്യസന്ധമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് പേർക്ക് ഗുണം കിട്ടുന്നതോ, ഇതിൽ വിദ്യാഭ്യാസ യോഗ്യത ഒരു മാനദണ്ഡമല്ല, സൗന്ദര്യം മാനദണ്ഡമല്ല, പിന്നെ അറിവ്, വിവരം, രണ്ടും രണ്ടാണ് കേട്ടോ. അറിവും വിവരവും ഉള്ളവർ അങ്ങനെ ഒന്നുമില്ല. അവർ കുറച്ച് പേരെ സെലക്ട് ചെയ്യുന്നുണ്ട്, അവരുടെ കയ്യിലാണ് അതിൻ്റെ മാനദണ്ഡം ഇരിക്കുന്നത്. അത് എത്രയാണോ എന്താണോ എന്നുള്ള അവർക്ക് മാത്രം അറിയുന്നൊരു കാര്യമാണ്. അങ്ങനെയുള്ളവരെയാണ് ബിഗ് ബോസിലേക്ക് എടുത്തിരിക്കുന്നത്. ഒരു സീരിയലോ ഒരു ഷോർട്ട് മൂവിയോ ആൽബമോ ആണെങ്കിൽ അഭിനയിക്കാൻ നല്ല കഴിവുണ്ടായിരിക്കണം, പിന്നെ ദൂരസ്ഥലങ്ങളിൽ പോയി അഭിനയിക്കാൻ തയ്യാറായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. യാതൊരു മടിയും കൂടാതെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കൊടുക്കണം. ഇവിടെയും ഉണ്ട്, ഇവിടെയും നല്ല അധ്വാനിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ വീടൊക്കെ വൃത്തിയായിട്ട് വെക്കേണ്ടതും നമ്മുടേതായ വൃത്തികൾ മാത്രമല്ല, മൊത്തത്തിൽ എല്ലാവരും നോക്കി നടത്തണം. അല്ലാത്ത പക്ഷം അവിടെ നിന്നും എത്രയും വേഗം എവിക്ഷനിൽ വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി വരാം. അതുകൊണ്ട് രേണു നിൽക്കുന്നത് വരെ നിൽക്കട്ടെ. നമുക്കവിടെ രേണു നിന്നാലും രേണു പോന്നാലും നമുക്കൊന്നുമില്ല. ബിഗ് ബോസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അല്ലാതെ അറിയാൻ പറ്റും. ആ അറിയുന്നത് നമ്മൾ റേഡിയോ ആയിട്ട് ഇവിടെ പുറത്തേക്ക് വിടും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്ര മാത്രം.